വനിതാ ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച ഇന്ത്യൻ താരം. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി കുറിച്ച പ്ലെയർ. ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് പിന്നിടുന്ന ആദ്യത്തെ താരം. ഏകദിനത്തിൽ തുടർച്ചയായി 7 അർദ്ധ സെഞ്ചുറികൾ നേടിയ ക്രിക്കറ്റർ. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ. ക്രിക്കറ്റിലെ എല്ലാ ഫോമാറ്റിലുമായി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തുകൊണ്ട് ലേഡി ടെണ്ടുൽക്കർ ഓഫ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് എന്ന് അറിയപ്പെട്ട താരം. ദി ക്വീൻ ഓഫ് ക്രിക്കറ്റ്, മിതാലി രാജ്. 1990കളിൽ ഭരതനാട്യം പഠിക്കണോ അതോ ക്രിക്കറ്റ് കളിക്കണോ എന്ന ഒരു സൗത്ത് ഇന്ത്യൻ പെൺകുട്ടിയോട് ചോദിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? മിതാലി രാജ് എന്ന തമിഴ്നാട്ടുകാരായ മാതാപിതാക്കളുടെ കുട്ടി പക്ഷേ ക്രിക്കറ്റാണ് തിരഞ്ഞെടുത്തത്. മിതാലിയെ ഒരു ഭരതനാട്യം നർത്തകിയാക്കണമെന്നായിരുന്നു അമ്മ ലീല രാജിന്റെ ആഗ്രഹം. 2ാം ക്ലാസ് മുതൽ തന്നെ മിതാലി ഭരതനാട്യം പരിശീലിച്ചു തുടങ്ങിയിരുന്നു. ഭരതനാട്യത്തിൽ നിന്ന് നേടിയ കഴിവുകൾ തന്റെ ക്രിക്കറ്റ് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മിതാലി തന്നെ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. വ്യോമസേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥനായി മാറിയ അച്ഛൻ ദൊരൈരാജ് മകളുടെ വൈകി ഉണരുന്ന ശീലം ഇല്ലാതാക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ക്രിക്കറ്റ് പരിശീലനം. മകൻ പരിശീലിക്കുന്ന സെക്കന്ദരാബാദിലെ സെന്റ് ജോൺസ് ക്രിക്കറ്റ് കോച്ചിംഗ് ഫൗണ്ടേഷനിൽ ദൊരൈരാജ് മിതാലിയെയും ചേർത്തു. അച്ഛൻ്റെ സ്കൂട്ടറിലിരുന്ന് ഉറങ്ങിക്കൊണ്ട് സെയിൻറ് ജോൺസിലേക്ക് എത്തിയിരുന്ന 8 വയസ്സുകാരിയായ മിതാലിയെ അവിടെ കോച്ചായിരുന്ന ജ്യോതി പ്രസാദിന് ഓർമ്മയുണ്ട്. ബൗണ്ടറിയിലിരുന്ന സ്കൂളിലെ ഹോംവർക്കുകൾ തീർത്തതിന് ശേഷം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന അവൾ ബാറ്റെടുത്ത് കുറച്ചു നേരം കളിക്കും. ഇതിനിടയിൽ അവൾ ബോളുകളെ നേരിടുന്ന രീതി ജ്യോതി പ്രസാദിന്റെ ശ്രദ്ധയാകർഷിച്ചു. ടെന്നീസ് ബോൾ കൊണ്ട് ബൗൾ ചെയ്യാനും കോച്ച് അവളോട് ആവശ്യപ്പെട്ടു. അവളിലെ പ്രതിഭ തിരിച്ചറിയാൻ ജ്യോതി പ്രസാദിന് അധികം സമയം വേണ്ടി വന്നില്ല. ഒരു ഉറക്കം തൂങ്ങിയായ കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ പുലിക്കുട്ടിയായ ക്രിക്കറ്ററിലേക്കുള്ള വളർച്ചയുടെ കഥയാണ് മിതാലി രാജ് എന്ന ക്രിക്കറ്ററുടെ ജീവിതം. ജ്യോതി പ്രസാദിന്റെ നിർദ്ദേശമനുസരിച്ച് മിതാലിയെ പിതാവ് സമ്പത് കുമാർ എന്ന കോച്ചിന്റെ കീഴിൽ പരിശീലനത്തിന് അയച്ചു. കർക്കശക്കാരൻ എന്ന പേര് കേട്ട കോച്ചായിരുന്നു സമ്പത് കുമാർ. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ 14 വയസ്സാകുമ്പോൾ ഇവളെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാക്കി മാറ്റാമെന്നാണ് സമ്പത് കുമാർ മിതാലിയുടെ മാതാപിതാക്കളോട് അന്ന് പറഞ്ഞത്. അതോടെ 10 വയസ്സുകാരിയായ മിതാലിക്ക് ഭരതനാട്യം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് കടുത്ത പരിശീലനത്തിന്റെ നാളുകൾ. 6 മണിക്കൂർ വരെ നീളുന്ന കോച്ചിംഗ് സെഷനുകൾക്ക് ശേഷവും ഗെയിമിലെ കൃത്യതയ്ക്കായുള്ള പരിശീലനങ്ങൾ. കല്ലുകൾ ഉപയോഗിച്ച് ക്യാച്ചിംഗ് പരിശീലനം. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ അരണ്ട പ്രകാശത്തിലുള്ള ബാറ്റിംഗ് പരിശീലനം. അങ്ങനെ മിതാലിയുടെ കഴിവുകൾ സമ്പത്ത് രാഗി മിനുക്കിയെടുത്തു. 1997 ലോകകപ്പ് സെലക്ഷൻ ക്യാമ്പിലേക്ക് മിതാലി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ഒരു വാഹനാപകടത്തിൽ സമ്പത്ത് കൊല്ലപ്പെടുന്നത്. അത് അവളെ ആകെ തകർത്തു. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടു മുൻപായി 2 കൈകളും തല്ലി തകർക്കപ്പെട്ടതുപോലെ തോന്നിയെന്നാണ് മിതാലി പിന്നീട് പ്രതികരിച്ചത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലോകകപ്പ് ടീമിലെടുക്കാൻ സെലക്ടർമാർ അന്ന് തയ്യാറായതുമില്ല. അതോടെ ആരോടും സംസാരിക്കാതെ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു പെൺകുട്ടിയായി താൻ മാറിയെന്നും മിതാലി ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതും പോസിറ്റീവായി കാണുന്ന ഒരു താരത്തെയാണ് മിതാലിയിൽ പിന്നീട് കണ്ടത്. ആ ഒതുങ്ങിക്കൂടൽ താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനും തന്റെ കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവസരമായി അവൾ കണ്ടു. 1999 ജൂൺ 26 രാജ്യാന്തര ക്രിക്കറ്റിൽ മിതാലിയുടെ അരങ്ങേറ്റം. അയർലൻഡിനെതിരെ ഇംഗ്ലണ്ടിലെ മിൽട്ടൺ കെയ്ൻസിൽ വെച്ച് നടന്ന മത്സരത്തിൽ 114 റൺസ് സ്കോർ ചെയ്തുകൊണ്ട് അരങ്ങേറ്റം അവൾ വലിയ ആഘോഷമാക്കി മാറ്റി. 16-ാം വയസ്സിലാണ് മിതാലി ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ രേഷ്മ ഗാന്ധിയും അന്ന് സെഞ്ചുറി കുറിച്ചു. രേഷ്മയുടെയും അരങ്ങേറ്റ മത്സരമായിരുന്നു അത്. പിന്നീട് മിതാലി കളിച്ചു നേടിയതൊക്കെ റെക്കോർഡുകളായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച താരമായാണ് മിതാലിയെ കണക്കാക്കുന്നത്. 2001-2002 സീസണിലാണ് മിതാലി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ടോണ്ടനിൽ നടന്ന മാച്ചിൽ മിതാലി 214 റൺസ് എന്ന സ്കോർ നേടി. 4th പൊസിഷൻ ബാറ്റിംഗിൽ ഈ സ്കോർ ഇപ്പോഴും മറികടക്കപ്പെടാതെ തുടരുകയാണ്. ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും ഇതിലൂടെ മിതാലിക്ക് ലഭിച്ചു. വനിതാ ടെസ്റ്റിൽ തന്നെ 2ാമത്തെ വലിയ സ്കോറാണിത്. കരിയർ കാലയളവിൽ 2ാം സ്ഥാനം, ഏകദിന കരിയറിൽ 1ാം സ്ഥാനം, 22ാമത്തെ വയസ്സിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന പേര്, 155 ഏകദിനങ്ങളിൽ ഇന്ത്യയെ നയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ക്യാപ്റ്റനായെന്ന ബഹുമതി, ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത താരം, 64 ക്യാച്ചുകൾ എടുത്തുകൊണ്ട് വൺ ഡേയിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത 4ാമത്തെ താരമെന്ന ബഹുമതി, 7ാം വിക്കറ്റിൽ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ്, വൺ ഡേയിൽ 7805 റൺസുകൾ എടുത്ത ആദ്യ താരം, 5 90കൾ എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ 90s എടുത്ത താരം, വൺ ഡേയിൽ തുടർച്ചയായി 7 അർദ്ധ സെഞ്ചുറികൾ, 74 ഇന്നിംഗ്സുകൾ തുടർച്ചയായി ഡക്കാകാതെ കളിച്ച താരം, 2020-ൽ ഫാസ്റ്റസ്റ്റ് 2000 റൺസ് എന്നിങ്ങനെ നേട്ടങ്ങൾ അനേകം. ക്രിക്കറ്റിലെ എല്ലാ ഫോമാറ്റുകളിൽ നിന്നുമായി 10,868 റൺസുകളാണ് മിതാലിയുടെ സമ്പാദ്യം.
ടെസ്റ്റിൽ 699 റൺസും വൺ ഡേയിൽ 7805 റൺസും 2020-ൽ 2364 റൺസും 43.68 റൺസ് ആവറേജുമായി 12 ടെസ്റ്റുകളും 50.68 റൺസ് ആവറേജുമായി 232 വൺ ഡേകളും 37.52 ആവറേജുമായി 89 T20കളുമാണ് മിതാലി കളിച്ചത്. 22 വർഷവും 274 ദിവസവും അവൾ വൺ ഡേയിൽ നിറഞ്ഞു നിന്നു. 5992 റൺസുമായി ഇംഗ്ലണ്ടിന്റെ ഷാർലറ്റ് എഡ്വേർഡ്സും 5298 റൺസുമായി വെസ്റ്റ് ഇൻഡീസിന്റെ സ്റ്റെഫാനി ടെയ്ലറും 5045 റൺസുമായി ന്യൂസിലൻഡിന്റെ സൂസി ബെയ്റ്റ്സും മാത്രമാണ് വൺ ഡേയിൽ 5000 കടന്ന മറ്റ് താരങ്ങൾ. 2022 ജൂണിലായിരുന്നു മിതാലി തന്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത്. 50 വർഷത്തോളം നീളുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാൻ അത്രയധികം താരങ്ങളൊന്നുമില്ല. വനിതാ ക്രിക്കറ്റിന് പുരുഷ ക്രിക്കറ്റിന്റെ അത്രയും പ്രാധാന്യം ലഭിച്ചിരുന്നില്ല എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത്. ടെസ്റ്റുകളും ഏകദിനങ്ങളും തന്നെ വളരെ കുറവ്. അങ്ങനെ ഒരു കാലത്ത് നിന്ന് താരതമ്യേന കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ നയിച്ചയാളാണ് മിതാലി രാജ്.